മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ റീപ്രൊഡക്റ്റീവ് സൈക്കിൾസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ എന്തോ പഠിച്ചത്? മെച്ചുറേഷൻ ഓഫ് ഫോളിക്കിൾസ്, ഓവുലേഷൻ, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പം അത് കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ, എന്നാലേ കണ്ടിന്യൂറ്റി വരുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. റീപ്രൊഡക്റ്റീവ് സൈക്കിൾ. അപ്പം സൈക്കിൾ എന്ന ആ പേര് കാണിക്കുമ്പം എന്താണ്? സംതിങ്, എന്തോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു, സൈക്കിൾ ചെയ്യുന്നു. എന്ത് ഇവന്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്? പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് പ്രൊനൗൺസ്ഡ് സെക്ഷൽ ആക്ടിവിറ്റി. അപ്പം ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ആ വർഷത്തിൽ കുറേ നാള്, കുറേ പീരീഡ് എന്തുണ്ട്? പ്രൊനൗൺസ്ഡ് സെക്ഷൽ ആക്ടിവിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ പിന്നെ കുറേ നാളത്തേക്ക് നോ സെക്ഷൽ ആക്ടിവിറ്റി, പിന്നെ കുറേ നാളത്തേക്ക്. അപ്പം അതിങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്യുന്നു അല്ലേ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത്, അങ്ങനെ സൈക്കിൾ ചെയ്യുന്നു. ആ ഒരു സൈക്ലിംഗ് പാറ്റേണിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ. മനസ്സിലായോ? അപ്പം ഇതൊരു സൈക്കിളാണ്. ഈ സൈക്കിൾ നോക്കിയാൽ നമുക്ക് സെക്ഷൽ ആക്ടിവിറ്റി ഉള്ള ഒരു പീരീഡും കാണാം, സെക്ഷൽ ആക്ടിവിറ്റി ഇല്ലാത്തൊരു പീരീഡും കാണാം. So that is it, reproductive cycle. Brief period of pronounced sexual activity alternate with no sexual activity. Then rutting season. Rutting season എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? മെയിൽസിന്റെ കേസിൽ പ്രൊനൗൺസ്ഡ് ആയിട്ട് സെക്ഷൽ ആക്ടിവിറ്റി ഉള്ള ബ്രീഫ് പീരീഡിനെ പറയുന്നതാണ് റട്ടിംഗ് സീസൺ. ആരുടെ കേസിലാണ്? മെയിൽസിന്റെ കേസിൽ. അപ്പം മെയിൽസിന്റെ കേസിൽ നല്ല സെക്ഷൽ ആക്ടിവിറ്റി അങ്ങ് നല്ല പ്രൊനൗൺസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ബ്രീഫ് പീരീഡ് എന്ന് പറയുന്ന പേരാണ് റട്ടിംഗ് സീസൺ. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഫീമെയിൽസിലും കാണുമായിരിക്കുമല്ലോ അങ്ങനെ ഒരു പീരീഡ്. ഫീമെയിൽസിലുള്ള പ്രൊനൗൺസ് സെക്ഷൽ ആക്ടിവിറ്റി, അതായത് സെക്ഷൽ ആക്ടിവിറ്റി പീക്കിൽ നിൽക്കുന്ന പീരീഡിന് പറയുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. അപ്പം ഈ ഈസ്ട്രസ് സൈക്കിൾസ് ഫീമെയിൽസിലാണെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയുള്ള ഫീമെയിൽസിലാണ്? നോൺ പ്രൈമേറ്റ് അനിമൽസിലെ ഫീമെയിൽസിൽ. അപ്പം ഈ നോൺ പ്രൈമേറ്റ് അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈമേറ്റ് എന്ന് പറയുമ്പോൾ എന്തുവാ? അതിനകത്ത് നമ്മുടെ ഹ്യൂമൻ, ഏപ്സ്, മങ്കി, അപ്പം ബുദ്ധിപരമായിട്ട് ഇത്തിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഗ്നിഷൻ എന്നൊക്കെ പറയും, അതൊക്കെ ഇത്തിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിന്നെ മാമൽസ് ആണ് പ്രൈമേറ്റ്. അപ്പം അത്രയും കോഗ്നിഷൻ, ബുദ്ധി, വിവേകം അത്രയും ഡെവലപ്ഡ് ആവാത്ത ഗ്രൂപ്പ് ഓഫ് പ്രൈമേറ്റിനെ പറയുന്നതാണ് നോൺ പ്രൈമേറ്റ് അനിമൽസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനകത്ത് വരും ബേർഡ്സ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ്, ചില മാമൽസ്. അപ്പം ഇവരുടെ കേസിൽ, ഇവരുടെ ഫീമെയിൽസിൽ സെക്ഷൽ ആക്ടിവിറ്റി നല്ല പീക്കിൽ നിൽക്കുന്ന പീരീഡിന് പറയുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. അപ്പം ഫീമെയിലിലെ സെക്ഷൽ ആക്ടിവിറ്റി പീക്ക് പ്രൊനൗൺസ്ഡ് ആയിട്ട് നിൽക്കുന്ന പീരീഡിന് പറയുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. അപ്പോൾ ഈ ഈസ്ട്രസ് സൈക്കിൾ നമ്മൾ എങ്ങനെയുള്ള ഫീമെയിൽസിലാണ് പറയുക? നോൺ പ്രൈമേറ്റ് ആനിമൽസിലെ ഫീമെയിൽസിന്, അങ്ങനെയുള്ള ഫീമെയിൽസിലെ പ്രൊനൗൺസ്ഡ് സെക്ഷൽ ആക്ടിവിറ്റി ഉള്ള പീരീഡിന്റെ പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. അപ്പൊ ഈ നോൺ പ്രൈമേറ്റ് അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രെയിൻ ഡെവലപ്മെന്റ് അത്രത്തോളം എത്താത്ത പ്രൈമേറ്റ്, അതാണ് നോൺ പ്രൈമേറ്റ്. കാരണം അവർക്ക് പ്രൈമേറ്റ്സിന്റെ അത്രയും കോഗ്നിഷൻ, ബുദ്ധി ഒന്നും അത്രയും ഡെവലപ്ഡ് ആയിരിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് ആരൊക്കെ വരും? ബേർഡ്സ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ്, സം മാമൽസ്, ഇതെല്ലാം വരും. അപ്പം അവരുടെ കേസിൽ ഫീമെയിൽസിൽ പ്രൊനൗൺസ്ഡ് ആയിട്ട് സെക്ഷൽ ആക്ടിവിറ്റി ഉള്ള പീരീഡിന്റെ പേരാണ് ഈസ്ട്രസ് സൈക്കിൾ. അപ്പൊ ഈ പീരീഡിൽ ഇരിക്കുന്ന ഫീമെയിൽസിനായിരിക്കും അതിന്റെ മെയിൽസിനോട് കൂടുതൽ അട്രാക്ഷൻ, അപ്പം അഫിനിറ്റി, ആ ടൈമിലായിരിക്കും സെക്ഷൽ റിലേഷൻഷിപ്പിനൊക്കെ ഈ ഫീമെയിൽസിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. സോ ഈസ്ട്രസ് സൈക്കിൾ. അപ്പം നോൺ പ്രൈമേറ്റിന്റെ കേസ് പറഞ്ഞു. അപ്പൊ എന്താ പ്രൈമേറ്റ്സിന് കാണത്തില്ലേ? ഉണ്ട്. പ്രൈമേറ്റ്സിൽ പ്രൊനൗൺസ് സെക്ഷൽ ആക്ടിവിറ്റി ഉള്ള ആ പീരീഡിന്റെ പേരാണ് മെൻസ്ട്രസ് സൈക്കിൾ. പ്രൈമേറ്റ് ഫീമെയിൽസിന്റെ കേസിൽ അതിനകത്ത് ആരൊക്കെ വരും? ഹ്യൂമൻസ് വരും, ഏപ്സ് വരും, മങ്കീസ് വരും, ചിമ്പാൻസീസ് ഒക്കെ വരും. അപ്പം നമ്മൾ ഇത്രയും ടേംസ് ആണ് കണ്ടത്. എന്താണ് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ? റട്ടിംഗ് സീസൺ മെയിലില്, നോൺ പ്രൈമേറ്റ് ഫീമെയിൽസിലെ പിന്നെ എന്താണ് പീക്ക് സെക്ഷൽ ആക്ടിവിറ്റി ഉള്ള പീരീഡിന്റെ ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയും. പിന്നെ പ്രൈമേറ്റ്സിന്റെ കേസിൽ
പീക്ക് സെക്ഷൽ ആക്ടിവിറ്റി ഉള്ള പീരീഡിനെ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയും. അപ്പോൾ നമുക്കിനി മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മുടെ പ്രൈമേറ്റ്സിലെ അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് റീപ്രൊഡക്റ്റീവ് സൈക്കിളിൻ്റെ, അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിളിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് എന്തെന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിൾ അല്ലേ? നമ്മൾ കണ്ടായിരുന്നു അല്ലേ? പീക്കായിട്ടുള്ള സെക്ഷൽ അർജ് ഉള്ള പീരീഡാണ്. അപ്പം ഇറ്റ്സ് ഓൺലി എ പാർട്ട് ഓഫ് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ. അപ്പം അല്ലാത്തൊരു ഭാഗവും കൂടെ ഉണ്ട്. അതുകൂടെ ചേരുമ്പോഴേ എന്താവത്തുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ മനസ്സിലാക്കണമെങ്കിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണം. എവിടുത്തെ? പ്രൈമേറ്റ്സിൻ്റെ. ബിക്കോസ് നമ്മളിപ്പോൾ പ്രൈമേറ്റ്സിൻ്റെ ആണല്ലോ റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അപ്പം ഈ പ്രൈമേറ്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എടുക്കുമ്പോൾ ഇതിൽ 2 ലെവൽസ് ഉണ്ട്, 2 സ്റ്റേജസ് ഉണ്ട്. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് ഈ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈമേറ്റ്സിൽ? അവർ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് റീപ്രൊഡക്റ്റീവ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഏതൊക്കെയാണ് ലെവൽസ്? ഒരു ഒവേറിയൻ സൈക്കിളും ഉണ്ട്, യൂട്ടറിൻ സൈക്കിളും ഉണ്ട്. ഒവേറിയൻ, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഓവറിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെയാണ് ഒവേറിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രോസസ്സ്, എന്തൊക്കെ ചേഞ്ചസ് നടക്കുന്നുണ്ടോ? നമുക്കറിയാം ഓവറിയിൽ എന്താ ചേഞ്ച് നടക്കുന്നത്? ഓവം ഒക്കെ മെച്ചുർ ആവുന്നുണ്ട് അല്ലെ? അതെല്ലാം മെയിൻ പ്രോസസ്സ്. അപ്പം സൈക്ലിക്കൽ ചേഞ്ചസ് ഒക്കെ ഇൻ ഓവറിയാണ്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നത്? മെച്ചുറേഷൻ ആൻഡ് റിലീസ് ഓഫ് ഓവം. അപ്പോൾ ആ പ്രോസസ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒവേറിയൻ സൈക്കിൾ എന്ന് പറയാം. ഇനി യൂട്ടറൈൻ സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് യൂട്ടറസിൽ കുറേ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, സൈക്ലിക്കലായിട്ടുള്ള. അപ്പം ആ ചേഞ്ചസിനെ എല്ലാം കൂടെ ചേർത്തിട്ട് യൂട്ടറൈൻ സൈക്കിൾ എന്ന് പറയും. ഈ യൂട്ടറൈൻ സൈക്കിളിൽ തന്നെയാണ് എന്ത്? മെൻസ്ട്രസ് സൈക്കിൾ. മനസ്സിലായോ? അപ്പോൾ യൂട്ടറസിന്റെ വാളിൽ നടക്കുന്ന സീരീസ് ഓഫ് ചേഞ്ചസിനെയാണ് യൂട്ടറൈൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഈ മെൻസ്ട്രൽ സൈക്കിൾ എങ്ങനെയുള്ള ഫീമെയിൽസിലേ നടക്കുകയുള്ളൂ? നോൺ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, അത് നോക്കിക്കോണം. നോൺ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ മാത്രമാണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ യൂട്ടറൈൻ സൈക്കിൾ നടക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലൊരു ഇന്റർ റിലേഷനും ഒക്കെ ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം വഴിയെ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒവേറിയൻ സൈക്കിൾ പഠിക്കാം. ഇപ്പോൾ ഒവേറിയൻ സൈക്കിളും യൂട്ടറൈൻ സൈക്കിൾ രണ്ടും കൂടി ചേരുമ്പോൾ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ. ഒവേറിയൻ സൈക്കിൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഈ ഒവേറിയൻ സൈക്കിൾ മാത്രം എടുക്കുമ്പോഴും അതിനകത്തുണ്ട് 3 ഫേസസ്, 3 സ്റ്റെപ്സ്. ഏതൊക്കെയാണ്? ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഫേസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൾ എന്ന് കിട്ടുമല്ലോ. ഓവറി ഫോൾ അല്ലേ? പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി കേട്ടോ. അപ്പോൾ ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഫേസ്. അപ്പം ഇത് ഓരോന്നും എന്താണ്, ഓരോ സ്റ്റേജസിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പഠിക്കണം. ആദ്യം നമുക്ക് ഫോളിക്കുലാർ ഫേസ് എടുക്കാം. ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുമ്പം ഈ ഫേസിലാണ് മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രൈമറി ഫോളിക്കിള് എന്തായിട്ട് മാറും? ഗ്രേഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറും. ഈ ഒരു പ്രോസസ്സാണ് ഏത് ഫേസിൽ നടക്കുന്നത്? ഫോളിക്കുലർ ഫേസിൽ. അപ്പോൾ ഈ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? FSH. ഈ FSH ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറിയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലുവൻസിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ബേബി പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഓവറിയിൽ പ്രൈമറി ഫോളിക്കിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ പ്രൈമറി ഫോളിക്കിൾസ് 2 or 3 എണ്ണം, കുറച്ചെണ്ണം വളരാൻ തുടങ്ങും എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? മിയോട്ടിക് ഫസ്റ്റിന്റെ ബാക്കി സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അതിൽ ഒരെണ്ണം മാത്രം ആണ് മെച്ചുർ ആവുക. മനസ്സിലായോ? അപ്പം ആ ഒരു പ്രോസസ് ആണല്ലോ എന്തെന്ന് പറയുന്നത്? പ്രൈമറി ഫോളിക്കിൾ, ഗ്രേഫിയൻ ഫോളിക്കിൾ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് കണ്ടവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പം
ആ ഒരു മെച്യൂറേഷൻ, ആ മെച്യൂറേഷൻ ആണ് ഏതിൽ നടക്കുന്നത്? ഫോളിക്കുലർ ഫേസിൽ, അല്ലേ? നമ്മൾ കണ്ട ആ ഒരു സ്റ്റെപ്സ് ഒന്നുകൂടെ ഞാനൊക്കെ പറയുകയാണെ. പ്രൈമറി ഫോളിക്കിൾ വരുമ്പോഴത്തേക്ക് പിന്നെ എന്തൊക്കെ ഡെവലപ്പ് ചെയ്ത ആ ലേയേഴ്സ്, ഓവത്തിൻ്റെ പുറമേ സോണ പെലൂസിഡ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു ക്യാവിറ്റി ഉണ്ടായി. ഇവിടെ ക്യാവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഫോളിക്കിൾ സെൽസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്നതാണ് ആൻട്രം. അത് കഴിഞ്ഞിട്ട് ക്യുമുലസ് സൂഫോറസ് ഓവത്തിൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആവും ആ സമയത്തേക്ക്. മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആകുമ്പം സെക്കൻഡറി ഓസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയും ഫോം ചെയ്യും. എന്നിട്ട് അവിടെ നിൽക്കുമോ? നിൽക്കത്തില്ല, അത് കണ്ടിന്യൂ ചെയ്യും. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിലോട്ട് കയറും. എന്നിട്ട് എവിടെ വന്ന് അറസ്റ്റ് ചെയ്തേക്കും? മൈറ്റോസിസ് 2 അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തേക്കും. എന്തിനു വേണ്ടിയിട്ട്? ഗ്രേഫിയൻ ഫോളിക്കിള് റപ്ചർ ചെയ്തിട്ട് റിലീസ് ചെയ്യണ്ടേ? ആ റിലീസിങ് അടുത്ത ഫേസിലാണ് നടക്കുന്നത്. ഇത്രയുമായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? പ്രൈമറി ഫോളിക്കിൾ മെച്യൂർ ആയിട്ട് എന്തായിട്ട് മാറി? ഗ്രേഫിയൻ ഫോളിക്കിൾ ആവുന്നു. അപ്പം ആ ഒരു പ്രോസസ്സ്, പ്രൈമറി ഫോളിക്കിൾ ഗ്രേഫിയൻ ഫോളിക്കിൾ ആവുന്ന പ്രോസസ്സാണ് ഫോളിക്കുലർ ഫേസ്. ഏതാണ് ഹോർമോൺ? ആ പേരിൽ തന്നെയുണ്ട്, ഫോളിക്കുലർ ഫേസ്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പം ഈ ഹോർമോൺ ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. FSH, പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഈ ഒരു ഹോർമോൺ. ഓക്കെ, ഇനി നമ്മൾ ഒവേറിയൻ സൈക്കിളിലെ നെക്സ്റ്റ് ഫേസിലോട്ട് പോവുകയാണ്. അതാണ് ഓവുലേഷൻ ഫേസ്. അപ്പൊ പേര് പറയുന്നത് പോലെ ഇതിൽ എന്താ നടക്കുന്നേ? ഓവുലേഷൻ. നമ്മൾ കണ്ടു നമ്മുടെ തൊട്ട് മുമ്പുള്ള ഫേസ്, ഫോളിക്കുലർ ഫേസിൽ നമ്മുടെ ഓവം അതിന്റെ പേരെന്തായിരുന്നു? സെക്കൻഡറി oocyte. ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി എന്നെ അങ്ങോട്ട് റിലീസ് ചെയ്താൽ മതി എന്നിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ആ റിലീസിങ് ആയിട്ടുള്ള ആ ഒരു ഫേസ് ആണ് ഓവുലേഷൻ ഫേസ്. അപ്പൊ അതിനകത്തുള്ള ഈവൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് നോക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഡി ആയിട്ട് മെച്ചുറായിട്ടിരിക്കുന്ന ഫോളിക്കിൾ ഉണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? ഗ്രേഫിയൻ ഫോളിക്കിൾ. അത് റപ്ചർ ചെയ്യും. ഇത് റപ്ചർ ചെയ്യണമെങ്കിൽ ഏത് ഹോർമോൺ വേണം? ലൂട്ടിനൈസിങ് ഹോർമോൺ, LH വേണം. ഫോളിക്കുലർ ഫേസിലെ ഹോർമോൺ ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? FSH. ഇവിടുത്തെ ഏതാണ്? LH. ഇവിടുത്തെ മെയിൻ പ്രോസസ് ഫോളിക്കിൾ, ഗ്രേഫിയൻ ഫോളിക്കിളിന്റെ റപ്ചറിങ് ആൻഡ് ഓവത്തിന്റെ റിലീസ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതൊരു ഓവറിയാണ്. ഓവറിൽ നിന്ന് മെച്ചുറായിട്ടുള്ള ഗ്രേഫിയൻ ഫോളിക്കിൾ, അതിൽ നിന്ന് ഓവം ഇങ്ങനെ റിലീസ് ചെയ്യും. അപ്പൊ നമ്മൾ അറിയത്തില്ല, നമ്മൾ കുഞ്ഞുവാവയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും പൊതിഞ്ഞല്ലേ, അതേപോലെ ഈ ഓവം റിലീസ് ചെയ്യുമ്പോഴും അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ലെയർ ഓഫ് ഫോളിക്കിൾ സെൽസ് ഉണ്ട്. നമ്മൾ പഠിച്ചതാണ് ഗ്രേഫിയൻ ഫോളിക്കിളിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പം. അതിന്റെ പേരാണ് ക്യൂമുലസ് ഊഫോറസ്. അപ്പം ഓവം അങ്ങനെ ബെയറായിട്ടല്ല, അതിന്റെ കൂടെ അതിനെ കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഏത് സെൽസ് ഉണ്ട്? ക്യുമുലസ് ഊഫോറസ് സെൽസ് ഉണ്ട്. അപ്പൊ എങ്ങോട്ടാണ് ഇത് റിലീസ് ചെയ്ത്, ഈ ഓവറിൽ നിന്ന് എങ്ങോട്ടാണ് ഈ ഓവം റിലീസ് ചെയ്യുന്നത്? ബോഡി ക്യാവിറ്റിയിലോട്ടാണ്. ഇപ്പൊ അവിടുന്ന് അതിനെ പിക്ക് ചെയ്യാൻ ആരുണ്ട് അവിടെ ഇരിപ്പുണ്ട്? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്യൂൾ. അതിന്റെ ആ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിന്റെ പേര് ഫിംബ്രേ. അപ്പൊ ഈ ഫിംബ്രേ വെച്ചിട്ട് ഫെലോപ്പിയൻ ട്യൂബ്യൂൾ ഇതിനെ അങ്ങ് പിക്ക് ചെയ്യും. ഉണ്ടോ? ഫെലോപ്പിയൻ ട്യൂബ്യൂൾ അതിനെ പിക്ക് ചെയ്യും. അപ്പൊ ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്? ഓവുലേഷൻ ഫേസിലാണ് നടക്കുന്നത്. അപ്പൊ ഈ റപ്ചറിങ്, ആ റപ്ചറിങ് ടൈമിൽ ചില ഗേൾസിന് ഒരു ചെറിയ പെയിൻ വരാറുണ്ട്. ആ പെയിൻ എന്ന് പറയുന്ന പേരാണ് മിഡിൽ പെയിൻ എന്ന് പറയും. ആ മിഡിൽ പെയിൻ എന്തുകൊണ്ടാണ്? കാരണം അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ? റപ്ചറിങ് ഓഫ് ഫോളിക്കിൾ ആൻഡ് റിലീസ് ഓഫ് ദി ഓവം. ഇത് രണ്ടും നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു പെയിൻ തോന്നുന്നത്. അതുകൂടാതെ ഈ ഒരു സമയത്ത്, ഈ ഓവം റിലീസ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി ഒരു ഇച്ചിരി ഒന്ന് കൂടിയേക്കും. അതിനു മുമ്പ് ഉള്ള ദിവസങ്ങളിൽ ടെമ്പറേച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ദിവസത്തെ ടെമ്പറേച്ചർ, ആ ഓവുലേഷൻ ആ ഡേയിലെ ടെമ്പറേച്ചർ, ബേസൽ ടെമ്പറേച്ചർ ഇത്തിരി ഹൈ ആയിരിക്കും, ചെറിയൊരു ഇൻക്രീസ് ഉണ്ടായിരിക്കും. അപ്പം അത് നമ്മൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ദിവസമാണ് ഓവുലേഷൻ നടന്നതെന്നൊക്കെ. അപ്പോൾ ഓവുലേഷൻ ഫേസ് മനസ്സിലായല്ലോ. അവിടുത്തെ ഹോർമോണെ ഓർത്ത് വെച്ചോണം, മറക്കല്ല്. ലൂട്ടിനൈസിങ് ഹോർമോൺ, മറ്റേത് FSH. ഇനി നമ്മൾ മൂന്നാമത്തെ ഫേസിലോട്ട് വരുവാണ് ഓവേറിയൻ സൈക്കിളിന്റെ, ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ. ഇവിടെയും നമ്മുടെ നായകൻ ആരാ? മെയിൻ ഹോർമോൺ LH ആണ്. ഇവിടെ ഈ ഫേസിൽ LHന്റെ ജോലി എന്താ?
നമ്മൾ കണ്ടു ഗ്രേഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവം റിലീസ് ചെയ്തു. അപ്പൊ ഗ്രേഫിയൻ ഫോളിക്കിൾ അപ്പം ഒഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? എന്തോ ബാങ്കിൽ ഇരുന്ന് പൈസ എടുത്ത് ഒഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് ഒഴിഞ്ഞിരിക്കുന്നു, ഒരു കാലി അല്ലേ? അപ്പൊ അതേപോലെ ഗ്രേഫിയൻ ഫോളിക്കിൾ ആ വേക്കൻ്റ് ആയിട്ടുള്ള ഗ്രേഫിയൻ ഫോളിക്കിളിന്റെ ഉപയോഗം ഇനി എന്താണ്? അതിനെ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായി കൺവേർട്ട് ചെയ്യും. ആ ഗ്ലാൻഡിന്റെ പേരെന്തുമായിരിക്കും? കോർപ്പസ് ലൂട്ടിയം. എന്ത് ഹോർമോൺ ആണ് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡായി സെക്രീറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഇനി പറയും. അപ്പോൾ നമുക്കത് ആ ഒരു പ്രോസസ്സ് കാണാം. എന്ത് പ്രോസസ്സ്? ഗ്രേഫിയൻ ഫോളിക്കിൾ എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് മാറുന്ന പ്രോസസ്സ്. ആ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ പേര് മറക്കല്ല്, കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ ഇതാണ് നമ്മുടെ റപ്ചർ ചെയ്ത ഗ്രേഫിയൻ ഫോളിക്കിൾ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു റപ്ചർ, ഒരു ഗ്യാപ്പൊക്കെ കാണാം, കാരണം ഇവിടെ ഓവം റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റപ്ചർ ആദ്യം ക്ലോട്ടഡ് ബ്ലഡ് വന്നങ്ങ് നിറയും. ആ ക്ലോട്ടഡ് ബ്ലഡിന്റെ പേരാണ് കോർപ്പസ് ഹെമറേജിയം. അതിനുശേഷം ഈ ക്ലോട്ടഡ് ബ്ലഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറെ എന്താ സാധനം വരുന്നത്? സിറസ് ഫൈബ്രിൻ കണ്ടെയ്നിങ് ഫ്ലൂയിഡ് വന്ന് നിറയും. അങ്ങനെ ഗ്രാജുവലി ആ ഒരു റപ്ചർ ക്ലിയർ ആയിട്ട് അങ്ങ് സീൽ ചെയ്ത് കഴിയുമ്പം ഇവിടെ ഫോളിക്കിളിന്റെ സെൽസ് ഉണ്ടല്ലോ, ആ സെൽസിന് പറയുന്ന പേര് ഗ്രാനുലോസ സെൽസ് എന്നാണ്. ആ സെൽസിന്റെ സൈസ്, വലിപ്പം അങ്ങോട്ട് കൂടാൻ തുടങ്ങും. വലിപ്പം മാത്രമേ കൂടത്തുള്ളൂ, എണ്ണം കൂടത്തില്ല, വലിപ്പം കൂടും. കേട്ടോ, ഗ്രാനുലോസ സെൽസ്, ഫോളിക്കിളിലെ ഗ്രാനുലോസ സെൽസിന്റെ സൈസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ സെൽസിന്റെ പേര് എന്തുവായി? ഫോളിക്കിൾ സെൽസ് എന്ന് പറയുന്നതിന് പകരം ഗ്രാനുലോസ ലൂട്ടിൻ സെൽസ് എന്ന് ആയി അതിന്റെ പേര്. മനസ്സിലായോ? ആ സമയത്ത് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ LHന്റെ റോൾ. ഞാൻ പറഞ്ഞു ലൂട്ടിയൽ ഫേസിലെ മെയിൻ ഹോർമോൺ ആരാണ്? LH ആണ്. അപ്പൊ LH ഇവിടെ എന്തോ ചെയ്യാൻ പോവാണ്? LH ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അപ്പം LH സെക്രീറ്റ് ചെയ്യപ്പെട്ടു, LHന്റെ പ്രസൻസ് വന്നു. അപ്പം LHന്റെ പ്രസൻസ് വന്നപ്പോഴത്തേക്ക് ഈ ഗ്രാനുലോസ ലൂട്ടിൻ സെൽസിന്റെ മുകളിൽ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് അപ്പിയർ ചെയ്യാൻ തുടങ്ങി. ഫാറ്റ് ഡ്രോപ്ലെറ്റ്സും അതേപോലെ ഒരു യെല്ലോ കളറിൽ പിഗ്മെന്റ് ഉണ്ടോ, കരോട്ടിനോയിഡ് പിഗ്മെന്റ് കൂടെ വന്ന് പിഗ്മെന്റ് കൂടെ അതിന്റെ മുകളിൽ ആ ഗ്രാനുലോസ ലൂട്ടിൻ സെൽസിന്റെ മുകളിൽ വരാൻ തുടങ്ങി. അപ്പോൾ അതിന്റെ പേര് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു യെല്ലോ പിഗ്മെന്റഡ് ആ ഒരു സ്റ്റേജ്, ആ സ്റ്റേജിന് പറയുന്ന പേരാണ്, ആ സ്റ്റേജിൽ എത്തിയ ഗ്രേഫിയൻ ഫോളിക്കിളിന് പറയുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ ആ പ്രോസസ്, ഗ്രേഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലൂട്ടിനൈസേഷൻ, ഫോർമേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം ഫ്രം ദ റപ്ചേർഡ് ഗ്രേഫിയൻ ഫോളിക്കിൾ. അതിനെ പറയുന്ന പേരാണ് ലൂട്ടിനൈസേഷൻ. അപ്പം കോർപ്പസ് ലൂട്ടിയമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഇറ്റ് സ്റ്റാർട്ട് ടു സെക്രീറ്റ് ദ ഹോർമോൺ പ്രൊജസ്റ്ററോൺ. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ഈ ഹോർമോൺ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുക, കാരണം യൂട്രൈൻ വാളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം പ്രഗ്നൻസി നടക്കുകയാണെങ്കിൽ. അപ്പം ആ മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസി ആണ് പ്രൊജസ്ട്രോണിന്റെ റോള്. അപ്പോൾ നമുക്കറിയാം ഇപ്പം ഓവുലേഷൻ അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിൽ നിന്ന് പ്രൊജസ്ട്രോൺ വന്നിട്ട് പ്രഗ്നൻസിയെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയുന്നത്? അത് മനസ്സിലാക്കണം. ഈ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പ്രൊജസ്ട്രോൺ എത്ര നാൾ വരെ പ്രൊഡ്യൂസ് ചെയ്യും? 10 to 14 days ആഫ്റ്റർ ഓവുലേഷൻ. മനസ്സിലായോ? ഓവുലേഷൻ കഴിഞ്ഞിട്ട് 10 to 14 days വരെ ആണ് ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഗ്യാപ്പില് പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുമല്ലോ, എന്തുമായാലും ഫെർട്ടിലൈസേഷൻ നടന്നു. ഇപ്പം സൈക്കോട്ടായി, അത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ, ഇവിടെ പ്രഗ്നൻസി നടന്നില്ലേ? പ്രഗ്നൻസി നടന്നിട്ടുണ്ടെങ്കിൽ ഈ കോർപ്പസ് ലൂട്ടിയം 10 to 14 days കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യും പ്രൊജസ്ട്രോൺ സെക്രീഷൻ. ഇനി സ്പേം വന്ന് എഗിന്റെ ഫ്യൂഷൻ നടന്നില്ല, ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ 10 to 14 days കഴിയുമ്പോൾ കോർപ്പസ് ലൂട്ടിയം സ്റ്റോപ്പ് ചെയ്യും പ്രൊജസ്ട്രോണിന്റെ സെക്രീഷൻ. മനസ്സിലായോ? ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കൺഫ്യൂഷൻ ആവരുത്. അപ്പം പ്രഗ്നൻസി നടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കോർപ്പസ് ലൂട്ടിയം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പം വരെ?
പിന്നെ എംബ്രിയോ യൂട്രസിൽ കറക്റ്റായിട്ട് ഇംപ്ലാന്റ് ചെയ്ത് പ്ലാസൻ്റെയൊക്കെ ഫോം ചെയ്തിട്ട് പ്ലാസൻ്റ എപ്പോഴാണോ പ്രൊജസ്ട്രോൺ സിന്തസൈസ് ചെയ്യാൻ തുടങ്ങുന്നത്, സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ വരെ ഈ കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത്, എപ്പോഴും പ്രഗ്നൻസി കണ്ടീഷനിൽ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രഗ്നൻസി നടന്നില്ല. അപ്പോൾ 10 to 14 days കഴിയുമ്പോൾ എന്ത് വേണം? പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് നിൽക്കണം. നിൽക്കുമ്പോൾ ഈ കോർപ്പസ് ലൂട്ടിയത്തിന് എന്ത് സംഭവിക്കും? അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഈ പ്രൊജസ്ട്രോണിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. എംബ്രിയോയുടെ സക്സസ്ഫുൾ ഇംപ്ലാന്റേഷൻ, കാരണം ഇത് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ്. പിന്നെ ഉണ്ടോ ഫർദർ ഇനിയും ഓവുലേഷൻ ഒന്നും നടക്കരുത്. അപ്പം പ്രൊജസ്ട്രോണിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പിന്നെന്താ, ഫർദർ ആയിട്ട് ഓവുലേഷൻ നടക്കത്തില്ല. ഇനി അടുത്ത ഒരു ഓവം നെക്സ്റ്റ് മന്തിൽ മെച്ചുവർ ആവത്തില്ല, അവിടെ നിൽക്കും പ്രൊജസ്ട്രോൺ ഉള്ളത് കൊണ്ട്. മനസ്സിലായോ? മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റ് നടക്കും. അങ്ങനെ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യും ആര്? നമ്മുടെ പ്രൊജസ്റ്ററോൺ. അപ്പം നമുക്ക് കഥയിലേക്ക് ബാക്കി വരാം. ഞാൻ പറഞ്ഞു കോർപ്പസ് ലൂട്ടിയം 10 മുതൽ 14 ദിവസം വരെ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്നില്ലേ, അത് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്ന പണി നിർത്തിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഒരു വൈറ്റ് ഫൈബ്രസ് മാസ് ഓഫ് ടിഷ്യൂ ആയിട്ട് അങ്ങ് മാറും. ആ ടിഷ്യൂ, അപ്പോൾ ആ ഒരു സ്ട്രക്ചറിന്റെ പേരാണ് കോർപ്പസ് ആൽബിക്കൻസ്. ഇതും വേണമെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം, അപ്പോൾ ഗ്രേഫിയൻ ഫോളിക്കിളിൽ നിന്നാണ് ഈ എല്ലാ സ്ട്രക്ചേഴ്സ് എല്ലാം വന്നത് അല്ലേ? ഗ്രേഫിയൻ ഫോളിക്കിൾ റപ്ചറായ ഗ്രേഫിയൻ ഫോളിക്കിളിൽ നിന്ന് കോർപ്പസ് ലൂട്ടിയം വന്ന് പ്രൊജസ്ട്രോൺ ഒക്കെ സെക്രീറ്റ് ചെയ്ത് കൊടുത്തു. ആ പണി കഴിഞ്ഞപ്പോൾ അതൊരു വൈറ്റ് ഫൈബ്രസ് മാസോ ടിഷ്യൂ ആയിട്ട് മാറി. അതിൻ്റെ പേരാണ് കോർപ്പസ് ആൽബിക്കൻസ്. അപ്പോൾ നമുക്ക് ഒവേറിയൻ സൈക്കിളിന്റെ 3 സ്റ്റേജസ് ഏതൊക്കെയായിരുന്നു? ഫോളിക്കുലർ ഫേസ്, ഓവുലേഷൻ ഫേസ് ആൻഡ് ലൂട്ടിയൽ ഫേസ് അല്ലേ? അപ്പം ഒരു ഓവർവ്യൂ നമുക്കൊന്ന് കാണാം. നമ്മുടെ ഓവറിയാണ്. അതിനകത്ത് ഏതൊക്കെ മെയിൻ സ്റ്റെപ്സ് ചേരുന്നതാണ് ഓവേറിയൻ സൈക്കിൾ? ഗ്രേഫിയൻ ഫോളിക്കിളിന്റെ ഫോർമേഷൻ, ഫോളിക്കുലർ ഫേസ്, ഓവുലേഷൻ, പിന്നെ കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫോർമേഷൻ. ഈ 3 മെയിൻ പ്രോസസ് ചേരുന്നതാണ് നമ്മുടെ ഒവേറിയൻ സൈക്കിൾ. അപ്പോൾ ഒവേറിയൻ സൈക്കിൾ നമ്മൾ പഠിച്ചേ. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? യൂട്ടറൈൻ സൈക്കിൾ. അപ്പോൾ ഒവേറിയൻ സൈക്കിളും യൂട്ടറൈൻ സൈക്കിളൂടെ ചേരുമ്പോഴാണ് പ്രൈമേറ്റിൽ റീപ്രൊഡക്ടറി സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഏതാ പഠിക്കാൻ പോകുന്നത്? യൂട്ടറൈൻ സൈക്കിൾ. അപ്പോൾ എന്താണ്? അപ്പോൾ യൂട്ടറസിൽ സൈക്ലിക്കലായിട്ട് എന്തോ ചില പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിനെയാണ് യൂട്ടറൈൻ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു സൈക്കിൾ തുടങ്ങും. സോ അതാണ് പറയുന്നത് യൂട്ടറൈൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് ഓഫ് ചേഞ്ചസ് ഒക്കർ അറ്റ് ദ ലെവൽ ഓഫ് യൂട്ടറസ്. അപ്പം ആ ഒരു സൈക്കിൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 28 days ആണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു സൈക്കിൾ അതിൻ്റെ മൊത്തം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 28 days ആണ്. മനസ്സിലായോ? അപ്പം ഈ യൂട്ടറിൻ സൈക്കിൾ എന്ന് പറയുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയും. അപ്പം ഈ മെൻസ്ട്രൽ സൈക്കിളിന് എത്ര ഫേസസ് ഉണ്ടെന്ന് അറിയാമോ? 3 ഫേസസ് ഉണ്ട്. ഏതൊക്കെയാ? മെൻസ്ട്രൽ ഫേസ്, പ്രീ ഓവുലേറ്ററി ഫേസ് ആൻഡ് പോസ്റ്റ് ഓവുലേറ്ററി ഫേസ്. മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ മെൻസസ് നടക്കുന്ന ഫേസ്. പ്രീ ഓവുലേറ്ററി എന്ന് പറയുമ്പോൾ ഓവുലേഷന് മുമ്പുള്ള പീരീഡ്. പോസ്റ്റ് ഓവുലേറ്ററി എന്ന് പറയുമ്പോൾ ഓവുലേഷന് ശേഷമുള്ള ഒരു ടൈം. അപ്പോൾ അത് ഓരോന്നും നമുക്ക് പഠിക്കാം. മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ദിവസം ഉണ്ടോ? അപ്പം ഒരു യൂട്ടറൈൻ സൈക്കിളിലെ ഒരു 5 days വരെ ആണ് കേട്ടോ. അപ്പോൾ യൂട്ടറൈൻ സൈക്കിളിന്റെ തുടക്കത്തിലാണ് ഈ മെൻസ്ട്രൽ ഫേസ് വരുന്നത്. എത്ര ദിവസം? 5 days. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? മെയിനായിട്ട് 50 to 150 ml ഓഫ് ബ്ലഡിൻ്റെ ഡിസ്ചാർജ്, ടിഷ്യൂ ഫ്ലൂയിഡ്, മ്യൂക്കസിൻ്റെ ഡിസ്ചാർജ്, എൻഡോമെട്രിയൽ സെൽസ്. എൻഡോമെട്രി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ യൂട്രസിൻ്റെ തിക്ക് ലൈനിങ് ആണ് എൻഡോമെട്രിയോ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് 3 ലേയേഴ്സ് വെച്ചിട്ടാണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് നമ്മുടെ ആ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ്, അതിനൊരു നല്ലൊരു കുഷ്യൻ, ഒരു സർഫസ് പ്രൊവൈഡ് ചെയ്യും എൻഡോമെട്രിയം, ഒരു സോഫ്റ്റ് ടിഷ്യൂ. മനസ്സിലായോ?
അപ്പം ഈ എൻഡോമെട്രിയും ടിഷ്യൂ ഫ്ലൂയിഡ് മ്യൂക്കസും ബ്ലഡും ഒക്കെ ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മെൻസസ് എന്ന് പറയും. അപ്പം ഇതിനകത്ത് എൻഡോമെട്രിയത്തിലെ ഏത് പാർട്ടാണ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണാലിസ് ലെയർ എന്ന് പറയുന്ന ഒരു റീജിയനാണ്. ഇനി ഫങ്ഷണാലിസ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് പറയാൻ പോകുന്നത്. എൻഡോമെട്രിയത്തിന് 3 ലേയേഴ്സ് ആണുള്ളത്. സ്ട്രാറ്റം കോമ്പാക്റ്റും സ്ട്രാറ്റം സ്പോഞ്ചിയോസും മൂന്നാമത്തത് സ്ട്രാറ്റം ബേസാലിസ്. അതിൽ സ്ട്രാറ്റം കോമ്പാക്റ്റും സ്ട്രാറ്റം സ്പോഞ്ചിയോസോടെ ചേർന്നിട്ടാണ് സ്ട്രാറ്റം ഫങ്ഷണാലിസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഈ സ്ട്രാറ്റം ഫങ്ഷണാലിസ് എപ്പോഴാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ യൂട്ടറൈൻ സൈക്കിൾ. യൂട്ടറൈൻ സൈക്കിളിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ്, ആദ്യ പകുതിയിലാണ് ഈ സ്ട്രാറ്റം ഫങ്ഷണാലിസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണല്ലോ അപ്പോൾ ഈ എൻഡോമെട്രിയത്തിൻ്റെ ഈ ഫങ്ഷണാലിസ് ലെയർ ആ പോർഷനാണ് ഡീജനറേറ്റ് ചെയ്ത് പിന്നെ വെളിയിലേക്ക് ഡിസ്കാർഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ മെൻസ്ട്രൽ ഫ്ലോ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലായല്ലോ. ബ്ലഡ്, ടിഷ്യൂ ഫ്ലൂയിഡ് മ്യൂക്കസ്, എൻഡോമെട്രിയൽ സെൽസ്. എൻഡോമെട്രിയൽ സെൽസ് എന്ന് പറയുമ്പോൾ ഫങ്ഷണാലിസ് ലെയർ ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ അത് യൂട്രസ് വഴി, സെർവിക്സ് വഴി, വജൈന വഴി പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യും. ഇനി എന്തുകൊണ്ടാണ് ഈ മെൻസ്ട്രൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് നടക്കുന്നത്? ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും റെഡ്യൂസ് ലെവൽ കാരണമാണ് ഈ മെൻസ്ട്രൽ ഫേസ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ലെവൽ കുറഞ്ഞത്? കാരണം ഫെർട്ടിലൈസേഷൻ, എഗ്ഗും സ്പേമും കൂടെ ഫ്യൂഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഈ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഈ ഹോർമോൺസ് നീക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ലെവൽ കുറയും. അപ്പോഴാണ് ഈ മെൻസ്ട്രൽ ഫേസ് നടക്കുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ അടുത്ത ഫേസായ പ്രീ ഓവുലേറ്ററി ഫേസിലോട്ട് പോവുകയാണ്. പ്രീ ഓവുലേറ്ററി ഫേസ് നമുക്ക് പറയാം. അപ്പോൾ എന്തുവാണ്? ഓവം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആണ് ഈ ഉള്ള അപ്പം യൂട്രസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ പീരീഡ് ബിറ്റ്വീൻ മെൻസ്ട്രേഷൻ ആൻഡ് ഓവുലേഷൻ. അപ്പോൾ നമ്മുടെ സൈക്കിൾ വരയ്ക്കാം. അപ്പോൾ ആദ്യത്തെ 5 ദിവസം എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഫേസ് ആയിരുന്നു അല്ലേ, 5 days. അപ്പം ഈ മെൻസ്ട്രേഷൻ മുതൽ ഇനി ഓവുലേഷൻ എന്നാണോ നടക്കുന്നത്, അതിൻ്റെ ഇടയ്ക്കുള്ള പീരീഡാണ് എന്തെന്ന് പറയുന്നത്? പ്രീ ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് എത്ര ദിവസം വരും? അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6th day മുതൽ 13th day, 6th day to 13th day ഓഫ് ദാറ്റ് സൈക്കിൾ. അതാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീ ഓവുലേറ്ററി ഫേസിൽ മെയിനായിട്ടുള്ള ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. FSH ആൻഡ് LH. അത് നമുക്കറിയാമല്ലോ. പ്രീ ഓവുലേറ്ററി ഫേസ് ആണ്, ഓവുലേഷൻ നടന്നിട്ടില്ല. ഓവുലേഷന് ആദ്യം എന്താ വേണം? പ്രൈമറി ഫോളിക്കിൾ മെച്ചുറായിട്ട് ഗ്രേഫിൻ ഫോളിക്കിൾ ആവണം. അതിന് FSH വേണം. അപ്പോൾ എന്തായാലും അവിടെ FSH കാണും ഇല്ലേ? പിന്നെ ഓവുലേഷന് വേണ്ടുന്ന ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ഏതാണ്? LH ആണ് അല്ലേ? അപ്പം അത് രണ്ടും എന്തായാലും കാണുമല്ലോ ഇവിടെ. പ്രീ ഓവുലേറ്ററി ഫേസ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ വന്നാൽ എന്താണ് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ഓവേറിയൻ ഫോളിക്കിളിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും. ഇത് രണ്ടും കൂടെ വന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ, കുറച്ച് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പം നമുക്കറിയാം ഈസ്ട്രജൻ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഇവിടെ എന്തിനാണ് ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്ത്? എന്താണ് അതിൻ്റെ ഒരു പ്രയോജനം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് മുമ്പലത്തെ മെൻസ്ട്രൽ ഫേസിൽ എൻഡോമെട്രിയം ഒക്കെ കുറേ ഇറോഡ് ചെയ്ത് പോയില്ലായിരുന്നോ, ഡിസ്ചാർജ് ചെയ്ത് പോയില്ലേ? അപ്പോൾ ഇനി ഈ ഓവുലേഷൻ നടന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നാൽ എംബ്രിയോ അല്ലെങ്കിൽ സൈഗോട്ട് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ അവിടെ എൻഡോമെട്രിയം വേണ്ടേ? അപ്പോൾ ആ എൻഡോമെട്രിയം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ്ട്രജനെ ഇവർ രണ്ടുപേരുടെ വന്നിട്ട് ഫോളിക്കിൾ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈസ്ട്രജൻ പോയി എന്തോ ചെയ്യും? സ്റ്റിമുലേറ്റ് റിപ്പയർ ഓഫ് ഇറോഡഡ് എൻഡോമെട്രിയം. അങ്ങനെ പുതിയ ലെയർ സ്ട്രാറ്റം ഫങ്ഷണാലിസും എല്ലാം ഫോം ചെയ്ത് ഇങ്ങനെ യൂട്രസിനെ ഇങ്ങനെ റെഡിയാക്കി നല്ല സ്പോഞ്ചി കുഷ്യനിങ് ആയിട്ട് വെക്കും.
അപ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് ഒക്കെ കൂടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് FSH LH വന്നിട്ട് ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്തത്. ഈ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു? നമ്മുടെ ഫോളിക്കിൾ സെൽസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ഫേസിനെ നമുക്ക് പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയാം. കാരണം എന്തുവാണ്? എൻഡോമെട്രിയം പ്രോലിഫറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് കൂടെ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് മെയിൻ ചേഞ്ചസ് എന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കുക. അപ്പം പ്രീ ഓവുലേറ്ററി ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് വന്ന ഹോർമോൺസ് അത് എന്താ ചെയ്തതെന്ന് കണ്ടു. അത് ചെയ്ത ആ ഒരു ഫങ്ഷൻ്റെ ഇഫക്റ്റ് എന്താണെന്നും കണ്ടു അല്ലേ. അപ്പോൾ ഞാൻ ആ സൈക്കിൾ ഒന്നുകൂടെ വരയ്ക്കാം. 5 days മറ്റേ മെൻസ്ട്രൽ ഫേസ്, പിന്നെ 6th day മുതൽ 13th ഡേ വരെയാണല്ലോ ഈ പ്രീ ഓവുലേറ്ററി ഫേസ്. അതാണല്ലോ ഈ ഒരു പീരീഡിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബിഗിനിങ് ടൈമിൽ ഏത് ഹോർമോണായിരിക്കും കൂടുതൽ? കാരണം പ്രീ ഓവുലേറ്ററി ഫേസ് ആണ്, ഓവുലേഷൻ നടന്നിട്ടില്ല, അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കണം. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈമറി ഫോളിക്കിൾ ഗ്രേഫിൻ ഫോളിക്കിൾ ആവണം. അപ്പോൾ ആ സമയത്ത് ഏതായിരിക്കും കൂടുതൽ? ഏത് ഹോർമോൺ? FSH ആയിരിക്കും കൂടുതൽ. സോ FSH ആയിരിക്കും ഈ പീരീഡിൻ്റെ ബിഗിനിങ് ടൈമിൽ ഏറ്റവും പീക്കായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ കണ്ടായിരുന്നു FSH പോയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഈസ്ട്രജൻ്റെ ലെവൽ കൂട്ടും അല്ലേ. അപ്പം ഈ ഒരു പീരീഡ് തുടങ്ങി അതിൻ്റെ മിഡ് പോർഷൻ എത്തുമ്പോഴത്തേക്ക് ഈസ്ട്രജൻ കൂടുതലായിരിക്കും. ഈസ്ട്രജൻ എപ്പോഴും ബൈ മിഡ് ഓഫ് ദിസ് ഫേസ്, ഈ ഫേസിൻ്റെ മിഡ് ഓടുകൂടി ഈസ്ട്രജൻ കൂടുതലായിരിക്കും. ഇനി അങ്ങോട്ട് ഓവുലേഷൻ എത്താറാകുമ്പോൾ ഈ ഒരു സമയത്ത്, ആ സമയത്ത് നമുക്കറിയാൻ വേണ്ടുന്ന ഏതാണ്? LH കൂടുതലായിരിക്കും. ഓവുലേഷൻ ടൈം അപ്രോച്ച് ആവുന്ന സമയത്ത് LH കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു, നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ LH കൂടി വന്ന് ഗ്രേഫിയൻ ഫോളിക്കിൾ മെച്യൂർ ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് എമൗണ്ട് പ്രൊജസ്ട്രോണും ഫോളിക്കിൾ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോളിക്കിൾ സെൽസിന് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട് അല്ലേ. അപ്പം ഇത്രയും ഹോർമോൺസ് ആണ്: FSH, ഈസ്ട്രജൻ, LH, പ്രൊജസ്ട്രോൺ. ഇപ്പം പ്രൊജസ്ട്രോൺ വളരെ സ്ലൈറ്റ് എമൗണ്ടേ ഉള്ളൂ ഇതിൻ്റെ ലോട്ട്, ഇപ്പോൾ 13th ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ കൂടുതൽ ആദ്യം ഏറ്റവും കൂടിയുന്നത് FSH, പിന്നെ മിഡിലോട്ട് ഈസ്ട്രജൻ ആയി വരുന്നു. LH ഇവിടെ ആയപ്പം നല്ലോണം കൂടുതലായിരുന്നു, കാരണം ഓവുലേഷൻ നടക്കണം. പ്രൊജസ്ട്രോൺ കുറച്ച് ഉള്ളായിരുന്നു. അപ്പോൾ ഇത്രയായിരുന്നു ഹോർമോൺസിൻ്റെ ഒരു ലെവല്. അങ്ങനെ ഓവുലേഷൻ നടക്കും. ഇവിടെ കണ്ടോ, ഓവുലേഷൻ എത്രാമത്തെ ദിവസമാണെന്ന് അറിയാമോ? അത് 14th ഡേയിലാണ്. അപ്പം 13th ഡേ കഴിഞ്ഞ് 14th ഡേയിൽ ആണ് ഓവുലേഷൻ നടക്കുക. അപ്പോൾ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ LHൻ്റെ ആവശ്യം ഇല്ല. അത് നമ്മുടെ മനസ്സിലിരുന്നോളാം കേട്ടോ. അപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ഈസ്ട്രജൻ്റെ ലെവലും കൂടും, കാരണം ഓവുലേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഓവം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, ഫെർട്ടിലൈസ്ഡ് ആവുമോ ഇല്ലയോ. ഫെർട്ടിലൈസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എൻഡോമെട്രിയം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അവിടെ ഹൈ ലെവൽ ഈസ്ട്രജൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ ഹൈ ലെവൽ ഈസ്ട്രജൻ ഒരു കാര്യം കൂടെ ചെയ്യും. എന്തോ ചെയ്യുന്നറിയാമോ? GRF എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഫാക്ടർ. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഫാക്ടർ. അപ്പോൾ അതിനെ പോയി ഇൻഹിബിറ്റ് ചെയ്യും. ഇതിനെന്തിനാ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? കാരണം ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ആക്ഷൻ എന്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുമെന്ന് അറിയാമോ? FSHൻ്റെയും LHൻ്റെയും പ്രൊഡക്ഷൻ കുറയ്ക്കും. പിറ്റ്യൂട്ടറിയിൽ നിന്ന് FSHും LHും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറഞ്ഞു വന്ന് ക്രമേണ അതങ്ങ് നിൽക്കും. കാരണം ഓവുലേഷൻ കഴിഞ്ഞു. ഇനി അത് ഫെർട്ടിലൈസ്ഡ് ആവുമോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. അവിടെ ഇനി FSHൻ്റെ LHൻ്റെ ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹൈ ലെവൽ ഈസ്ട്രജൻ എൻഡോമെട്രിയം റീക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്തു: ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഫാക്ടറിനെ ഇൻഹിബിറ്റ് ചെയ്തു. അത് ഇല്ലാതായപ്പോഴത്തേക്ക് FSHും LHൻ്റെയും ലെവല്
കുറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രീ ഓവുലേറ്ററി ഫേസിൽ. മനസ്സിലായോ? അപ്പോൾ എത്രയാണ് ഡ്യൂറേഷൻ എന്ന് പറയണം, ഏതൊക്കെ ഹോർമോൺസ് ആണ്, ആ ഹോർമോൺസ് പിന്നെ ഏതൊക്കെ പീരീഡിലാണ് ഹൈ ആയിട്ട് നിൽക്കുന്നത്, അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഓവുലേഷനും കൂടെ ഈ ഒരു ഫേസിൽ പറയണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് ഇവിടെ ഓവുലേഷൻ്റെ കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഏതാണ്? പോസ്റ്റ് ഓവുലേറ്ററി ഫേസ്, അതായത് തേർഡ് ഫേസിൻ്റെ യൂട്രൈൻ സൈക്കിളാണ് കാണാൻ പോകുന്നത്. ഓക്കെ, പോസ്റ്റ് ഓവുലേറ്ററി ഫേസ്. അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? ഓവം റിലീസ് ചെയ്തിട്ടുണ്ട്, അത് വെയിറ്റിങ്ങിലാണ്, ഫെർട്ടിലൈസ്ഡ് ആവുമോ ഇല്ലയോ, അല്ലേ? അപ്പം 14th ഡേ മുതൽ 28th ഡേ വരെയാണ് ഈ പോസ്റ്റ് ഓവുലേറ്ററി ഫേസ്. ഞാൻ ഇതിന് മുമ്പുള്ള സ്ലൈഡിൽ പറഞ്ഞായിരുന്നല്ലോ, കോർപ്പസ് ലൂട്ടിയം എത്ര ദിവസം വരെ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യും? 10 to 14 ഡേയ്സ് വരെ സെക്രീറ്റ് ചെയ്യും, അല്ലേ? അപ്പം ഒന്ന് കൂട്ടി നോക്കിയാൽ ഈ 14th ഡേ പ്ലസ് ഈ 14th ഡേ മുതലാണ് 14th ഡേ അല്ലേ ഫസ്റ്റ് ഡേ ഓഫ് ഓവുലേഷൻ, ഫസ്റ്റ് ഡേ ഓഫ് ഓവുലേഷൻ അല്ലേ? അപ്പം അത് കഴിഞ്ഞിട്ടുള്ള 14 ദിവസം വരെ ആണ് നമ്മുടെ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 14 കൂടെ നിന്ന് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 28. നമ്മുടെ സൈക്കിൾ തീരുമല്ലേ? അതാ പറയുന്നത്. നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ പോസ്റ്റ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത് 14th ഡേ മുതൽ 28th ഡേ വരെയാണ്, അല്ലേ? നമ്മൾ സൈക്കിൾ ഒന്നുകൂടെ പോട്ടെ. 5 ഡേയ്സ് മെൻസ്ട്രൽ ഫേസ്, അത് കഴിഞ്ഞിട്ട് 13 ഡേയ്സിൽ പ്രീ ഓവുലേറ്ററി ഫേസ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓവുലേഷൻ, 14th ഡേ, അത് കഴിഞ്ഞിട്ടുള്ള ദിവസത്തിനെയാണ് പോസ്റ്റ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. അപ്പം അത് എത്ര? 14th ഡേ ടു 28th ഡേ വരെയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പീരീഡ് ബിറ്റ്വീൻ ഓവുലേഷൻ ആൻഡ് ദ ഓൺസെറ്റ് ഓഫ് നെക്സ്റ്റ് മെൻസസ്. അപ്പം നെക്സ്റ്റ് മെൻസസിന് പിന്നെ ഓവുലേഷൻ്റെ ഇടയ്ക്കുള്ള പീരീഡ് അല്ലേ? ആണ്. അപ്പം എന്തൊക്കെയാണ് ചേഞ്ചസ് ചെയ്യുന്നത്? കോർപ്പസ് ലൂട്ടിയം എന്തൊക്കെ സെക്രീറ്റ് ചെയ്യും? കൂടുതൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും സെക്രീറ്റ് ചെയ്ത് കൊടുക്കും. കാരണം എന്തുവാണ്? ഓവം റിലീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടുതലായിട്ട് ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന ഹോർമോൺസ്, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? കോർപ്പസ് ലൂട്ടിയം. അപ്പം ഈ പ്രൊജസ്ട്രോൺ എന്താ ചെയ്യുന്നത്? ഈസ്ട്രജൻ ഞാൻ പറഞ്ഞു എൻഡോമെട്രിയം റീക്രിയേറ്റ് ചെയ്യും, പിന്നെ GRFനെ ഇൻഹിബിറ്റ് ചെയ്യും, അതാണ് അതിൻ്റെ ജോലി. പ്രൊജസ്ട്രോൺ എന്താ ചെയ്യുന്നത്? എൻഡോമെട്രിയം ഓൾറെഡി വന്നു, അപ്പോൾ അതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യും, ഫെർട്ടിലൈസ്ഡ് എഗിനെ റിസീവ് ചെയ്യാൻ. പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെ ചെയ്തിട്ടാന്ന് നോക്കിയേ? വാസ്കുലറൈസേഷൻ കൊടുക്കും, ഇഷ്ടംപോലെ ബ്ലഡ് വെസൽസ്, കാരണം എംബ്രിയോയ്ക്ക് നറിഷ്മെന്റ് കൊടുക്കണ്ടേ. വാസ്കുലറൈസേഷൻ കൊടുക്കും, എൻഡോമെട്രിയത്തിൻ്റെ തിക്കനിങ് കൂട്ടിക്കൊടുക്കും, പിന്നെ അതേ കണക്ക് എന്താണ് എഴുതിയിരിക്കുന്നേക്കളായിട്ട് ഈ ഗ്ലൈക്കോജൻ്റെയും ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെയൊക്കെ എമൗണ്ട് ഇതെല്ലാം കൊടുക്കും, അതിൻ്റെ ആ പ്രോപ്പർ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി ചേഞ്ചസ് ആണ്. അപ്പം ഇതെല്ലാമാണ് പ്രൊജസ്ട്രോൺ ചെയ്യുന്നത്. വാസ്കുലറൈസേഷൻ, എൻഡോമെട്രിയത്തിൻ്റെ തിക്കനിങ്, പിന്നെ ഗ്ലൈക്കോജൻ്റെയും ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെയൊക്കെ എമൗണ്ട് കൂട്ടും, കാരണം ഇതെല്ലാം എനർജിയും നറിഷ്മെൻറ്റും ഒക്കെ കൊടുക്കാൻ എംബ്രിയോയ്ക്ക്. അപ്പോൾ നമുക്ക് FSH LH ഇവിടെ ആവശ്യമുണ്ടോ? അതിൻ്റെ സെക്രീഷൻ തീരെ ഇല്ല, കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, പ്രൊജസ്ട്രോൺ ആയിരിക്കും ഡോമിനൻ്റ് ആയിട്ടുള്ള ഹോർമോൺ. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ല, എന്ത് സംഭവിക്കും? ഈ പോസ്റ്റ് ഓവുലേറ്ററി ഫേസിൽ അവിടെ ആയിരിക്കുമല്ലോ അതും നടക്കുന്നത്. അപ്പം ഇത് വെയിറ്റ് ചെയ്തു ഫെർട്ടിലൈസേഷൻ നടക്കാൻ. ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിലുള്ള കാര്യവും ഈ പോസ്റ്റ് ഓവുലേറ്ററി ഫേസിലാണ് നടക്കേണ്ടത്. കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ കുറച്ച് ടൈം കൂടി ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ സെക്രീറ്റ് ചെയ്യും ഫോർ സം ടൈം. അപ്പോൾ ആ കുറച്ച് സമയം, സം ടൈം, ആ ഒരു പീരീഡിൽ അത് കീപ്പ് ഓൺ, അത് GRFനെ ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിരിക്കും, അതുകൊണ്ട് LHന്റെ സെക്രീഷൻ ഇല്ല. പിന്നീട് എന്ത് പറ്റും? ആ കോർപ്പസ് ലൂട്ടിയം ഡീജനറേഷൻ സംഭവിക്കും. അപ്പം അത് കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറും. എന്തിൻ്റെ ലെവൽ കുറയും? ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയൊക്കെ ലെവൽ കുറയും, അല്ലേ?
ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ അങ്ങനെ കുറയുമ്പോഴത്തേക്ക് അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പം ക്രൂഷ്യൽ ആവുന്നത് ഏതാണ്? ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ലോ ലെവൽ. അപ്പം നമുക്ക് ഒരു കാര്യം കൂടെ അതിൽ നിന്ന് മനസ്സിലാക്കാം. ഈസ്ട്രജൻ്റെ നേരത്തെ ഈസ്ട്രജൻ അല്ലായിരുന്നു GRFനെ ഇൻഹിബിറ്റ് ചെയ്ത് വെച്ചിട്ട് FSHൻ്റെയും LHൻ്റെയും ലെവൽ കുറച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഈസ്ട്രജൻ കുറഞ്ഞപ്പോൾ GRFൻ്റെ ഇൻഹിബിഷൻ പോയി. അപ്പോൾ എന്തൊക്കെ അവിടെ ഫോം ചെയ്യും? FSHും LHും ഫോം ചെയ്യും. ഫോം ചെയ്തിട്ട് വീണ്ടും അടുത്ത ഒവേറിയൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ യൂട്രൈൻ സൈക്കിൾ അവിടെ തീർന്നിട്ട് നെക്സ്റ്റ് ഒവേറിയൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും ഈസ്ട്രജൻ്റെ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കുറഞ്ഞപ്പോൾ. അപ്പം ഫെർട്ടിലൈസേഷൻ ഇംപ്ലാന്റേഷൻ നടന്നിരുന്നെങ്കിലോ കോർപ്പസ് ലൂട്ടിയം കണ്ടിന്യൂ ആയിട്ട് പ്രഗ്നൻസി പിന്നെ മെയിൻറ്റെയിൻ ചെയ്യും. എങ്ങനെയായിരുന്നു? പ്രൊജസ്ട്രോൺ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ട്, അല്ലേ? പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എംബ്രിയോ ഇത് ഫർദർ ഡെവലപ്പായി പ്ലാസൻ്റെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാസൻ്റ പിന്നെ അത് ഏറ്റെടുക്കും ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയൊക്കെ ഒരു സിന്തസിസ്. അപ്പം ഇത്രയുമാണ് പോസ്റ്റ് ഓവുലേറ്ററി ഫേസിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പം ഐ തിങ്ക് ദാറ്റ് എവറി പ്രോസസ്, എവറി സ്റ്റെപ്സ് ആർ ക്ലിയർ ടു യു. സോ ബൈ ദിസ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ടുഡേയ്സ് സെക്ഷൻ. താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.